ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനത്തിൻ്റെ രീതിശാസ്ത്രം എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, എന്തിന് പഠിക്കണം? രണ്ടാമത്തത്, എങ്ങനെ പഠിക്കണം? എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു അക്കാദമികമായ രീതിയാണ്. അത് ഖുർആൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തഫ്സീറുമായി ബന്ധപ്പെട്ടും വിശദീകരണങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ ഒരു വിശ്വാസി എന്ന നിലയിൽ ആദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യം എന്തിന് പഠിക്കണം എന്നുള്ളതാണ്. കാരണം എങ്ങനെ പഠിക്കണം എന്നുള്ളതിൽ ഒരു സ്കോളർലി ഇടപെടലുകളുണ്ട്. അതിൽ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള കൈകാര്യങ്ങളുണ്ട്. പക്ഷേ എന്തിന് പഠിക്കണം എന്നുള്ള ചോദ്യത്തിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ എന്തിനാണ് അവതരിച്ചു തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഇസ്രാ 9-ാമത്തെ ആയത്തിൽ ഈ ഒരു വിഷയം വളരെ വ്യക്തമായി പറയുന്നത് നമുക്ക് കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതി ഹിയ അഖ്വം വയുബശ്ശിറുൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്ത് അന്ന ലഹും അജ്റൻ കബീറ. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ, ഏറ്റവും ബലവത്തായതിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലം ഉണ്ടെന്ന് അതവരെ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആൻ സ്വന്തം തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു ആയത്ത്. എന്തിനാണ് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത്? അതിന് നമുക്ക് നിരവധി ഉത്തരങ്ങളുണ്ട്. ഒന്ന്, തൗഹീദ് എന്ന ആശയം വ്യക്തമായി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത്, ആരാണ് അള്ളാഹു? നമ്മളെ പടച്ചവനാര്? അള്ളാഹുവിൻ്റെ വലിപ്പം എന്ത്? അള്ളാഹു എന്ന് പറയുന്ന ആശയത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളുന്നു? അള്ളാഹു എന്ന് പറയുന്ന ആശയം എവിടുന്നാണ് തുടക്കമിടുന്നത്? അതിൻ്റെ ഒടുക്കം എന്ത്? എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ഖുർആൻ പഠനം എന്നത്. പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ നമ്മൾ തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്താണ്. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന ഒരു ആയത്ത് ആണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് ആദ്യം കാണുവാൻ കഴിയുന്നത്. അതായത്, ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ ആദ്യം നമ്മളിൽ ഉണ്ടാക്കേണ്ട അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് ആദ്യം നമ്മൾ പരിചയപ്പെടേണ്ട ഗുണം, സിഫത്ത് എന്നത് അത് റഹ്മത്താണ് എന്ന് പരിശുദ്ധ ഖുർആൻ തുടക്കം തന്നെ നമ്മെ ബോധിപ്പിക്കുന്നു. അള്ളാഹു റഹ്മാനാണെങ്കിൽ, ഇസ്ലാമും റഹ്മത്താണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മത്താണെങ്കിൽ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും റഹ്മത്താണെങ്കിൽ, വിശ്വാസ സമൂഹം റുഹമാ ബൈനഹും, പരസ്പരം കാരുണ്യം കാണിക്കേണ്ടവർ എന്ന് പറയുന്ന പരാമർശം ഖുർആൻ നമുക്ക് കാണാം. എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരവധി നിർദ്ദേശങ്ങളിൽ കരുണയില്ലാത്ത, നീതിബോധം മനുഷ്യ സമൂഹത്തോടും സഹജീവികളോടും ഇല്ലാത്തവനെ വിശ്വാസമുള്ളവനായി പരിചയപ്പെടുത്താൻ കഴിയില്ല എന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാം. അതായത്, അള്ളാഹു എന്ന കാരുണ്യത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളിലേക്ക് കാരുണ്യം വഴിഞ്ഞൊഴുകുന്നു എന്ന് പറയുന്ന ഒരു ആശയമാണ് ആദ്യത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ആയത്തിലൂടെ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. കാരുണ്യമാണ്, അള്ളാഹു കാരുണ്യമാണ്, കരുണയുടെ ഉറവിടമാണ് എന്ന ആശയത്തിൽ നിന്ന് തന്നെ അള്ളാഹുവിനെ കുറിച്ച് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിച്ചു തുടങ്ങണമെന്നാണ്. പൊതുവേ ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച്, മുസ്ലിം സമൂഹത്തെക്കുറിച്ച് ആദ്യം തന്നെ തിരസ്കരിക്കപ്പെടുന്ന, ഇല്ലാതാക്കപ്പെടുന്ന ഒരു ഗുണമെന്ന് പറയുന്നത് കരുണയില്ലാത്ത സമുദായം എന്നാണ്. തീവ്രതയുടെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ അടയാളമായി, മുഖമുദ്രയായി കാണിക്കപ്പെടുന്നത് തൊപ്പിയുള്ള, ജുബ്ബയുള്ള, കുർത്ത ധരിച്ച, താടിയുള്ള ഒരു
പ്രതിരൂപത്തെയാണ്, ഒരു ഇമേജ് ആയിരിക്കും. ആലോചിച്ച് നോക്കാം, മുസ്ലിം സമൂഹത്തിൻ്റെ ഇസ്ലാം പഠിപ്പിക്കുന്ന ആദ്യത്തെ ഇമേജ് തന്നെ നമ്മളെക്കുറിച്ച് നേരെ എതിരായ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇസ്ലാം എന്നത് കരുണയാണ്, ഖുർആൻ എന്നത് കരുണയാണ്, അള്ളാഹു കരുണയുടെ ഉറവിടമാണ് എന്ന് പഠിക്കാൻ, സ്വയം ബോധ്യപ്പെടാൻ ആണ് പ്രധാനമായും ഖുർആൻ പഠനം നമ്മൾ നടത്തേണ്ടത്. അതിനാണ് ഖുർആൻ പഠനം ആദ്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. രണ്ടാമത്, ഹുദല്ലിന്നാസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സ്വയം തന്നെ പരിചയപ്പെടുത്തുന്ന കാര്യം. ആർക്ക് വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഖുർആനിലെ രേഖപ്പെടുത്തപ്പെട്ട അവസാനത്തെ സൂറത്തിൽ, നമ്മൾ ഖുർആൻ്റെ തദ്വീനിൻ്റെ അവസാന ഭാഗത്ത് സൂറത്തു നാസാണ് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളുടെ റബ്ബിനെ പരിചയപ്പെടുത്തുന്ന സൂറത്ത് എന്ന രീതിയിലാണ് സൂറത്ത് നാസിൻ്റെ പ്രത്യേകത തന്നെ. അവിടെ 3 തരത്തിലുള്ള അള്ളാഹുവിനെ നമുക്ക് സൂറത്ത് നാസ് പഠിപ്പിക്കാം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മലിക്കിൻ നാസ്, ഇലാഹിൻ നാസ്. നമ്മൾ ആരോടാണ് ശരണം തേടേണ്ടത്, ആരോടാണ് അഭയം തേടേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്തിൽ അള്ളാഹു ആരാണ് എന്നും കൂടി നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ഹാക്കിമിയത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പരമാധികാരത്തിൻ്റെ ഏറ്റവും ചെറുതും എന്നാൽ ഏറ്റവും വലിയ ആശയം നിറഞ്ഞ സൂറത്തും കൂടിയിട്ടാണ് സൂറത്തുന്നാസ്. അള്ളാഹു ആരാണ്? അള്ളാഹു റബ്ബുന്നാസാണ്, ജനങ്ങളുടെ റബ്ബാണ്. മുസ്ലിങ്ങളുടെ റബ്ബോ മുഅ്മിനുകളുടെ റബ്ബോ എന്നുള്ള പദമല്ല സൂറത്ത് നാസിലുള്ളത്, ജനങ്ങളുടെ റബ്ബാണ്. അള്ളാഹു ആരാണ്? ജനങ്ങളുടെ മലിക്കാണ്. സൂറത്തുൽ ഫാത്തിഹയും നമുക്കിത് കാണാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാലികി യൗമിദ്ദീൻ, ഇലാഹുമായി ബന്ധപ്പെട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലൊക്കെയും ഇതേപോലെ റബ്ബുന്നാസും മലിക്കിന്നാസും ഇലാഹുന്നാസും കാണാം. ആദ്യത്തെ ഖുർആൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ സൂറത്തിൽ ഉണ്ടാവുന്ന ആശയവും അവസാനത്തെ സൂറത്തിലുണ്ടാകുന്ന ആശയവും ഏകദേശം ഒരുപോലെ വരുന്നു എന്ന് നമുക്ക് കാണാം. അതായത് നമ്മൾ ശരണം തേടേണ്ടത് ആദ്യത്തെ സൂറത്തിൽ തന്നെ പറയുന്നത് പോലെ, ആദ്യത്തെ സൂറത്ത് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഞാൻ സൂറത്തുൽ അഅല ഇഖ്റനെ കുറിച്ചല്ല പറയുന്നത്, ഖുർആൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ സൂറത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും അവസാനത്തെ സൂറത്തും ഒരുപോലെ തന്നെ ഒരേ ആശയം നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം. ആദ്യം എങ്ങനെയാണ് അള്ളാഹുവിനെ അഭിമുഖീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയും അവസാനം ജനങ്ങളുടെ റബ്ബ് ആര് എന്ന് പഠിപ്പിക്കുന്ന സൂറത്തുമാണ് സൂറത്തുൻ നാസ്. ഈ ഒരു തരത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ഹുദല്ലിന്നാസ് എന്നാണ് പരിശുദ്ധ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടെ വേദഗ്രന്ഥമാണ് എന്നതല്ല. പരിശുദ്ധ ഖുർആൻ ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടുള്ള, അവരുടെ മാർഗദർശനത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രന്ഥമാണ് എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്കുണ്ടാവേണ്ട രണ്ടാമത്തെ കാര്യം അതൊരു ഉത്തരവാദിത്ത ബോധമാണ്. ഇത് ഞാൻ പഠിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്നതല്ല. അത് സ്വാഭാവികമാവും അതിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന നിലയിലാണെങ്കിൽ പോലും ഹുദല്ലിന്നാസ് എന്നത് കൊണ്ട് ഇത് ഞാൻ പഠിക്കുന്നത് എൻ്റെ കൂടെയുള്ളവർക്കും കൂടി പഠിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് എന്ന ഉത്തരവാദിത്വ ബോധവും കൂടി ഖുർആൻ സ്റ്റഡിയിൽ ഉണ്ടാവേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഹുദല്ലിനാസ് എന്ന് നമ്മൾ പറയുന്നെങ്കിലും ലോക ജനതയ്ക്ക് അത് അറിയണമെന്നില്ല, നമ്മുടെ ചുറ്റുള്ളവർക്ക് അത് അറിയണമെന്നില്ല. അത് അറിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിശ്വാസി എന്ന നിലയിൽ നമുക്കുണ്ട് എന്ന് ഖുർആൻ പഠനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒന്ന് അള്ളാഹു ആരെന്ന് പരിചയപ്പെടുകയും, രണ്ട് ഇത് നമുക്ക് മാത്രമല്ല, ഇത് ഹുദല്ലിന്നാസ് ആണ് എന്ന് പറയുന്ന ബോധത്തിലേക്കും നമ്മൾ എത്തണമെന്നാണ് ഈ ഖുർആൻ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ജനങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ മനുഷ്യനും കൂടിയുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർക്കുന്നതിലൂടെയാണ് ഹൃദയത്തിൽ ശാന്തി ലഭിക്കുക. അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്റായ ഖുർആനിനെ പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യണം. നമ്മളുടെ തന്നെ ആത്മീയ, ആധ്യാത്മികമായ, സാംസ്കാരികമായ, വ്യക്തിപരമായ വളർച്ചയ്ക്ക് ഏറ്റവും അനിവാര്യമായ ആദ്യത്തെ ഘടകമാണ് ഖുർആൻ എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം. അതുകൊണ്ടാണ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പടച്ചവൻ വ്യക്തമായി തന്നെ പറഞ്ഞത്. നിങ്ങൾക്ക് ഹൃദയ ശാന്തത വേണോ? നിങ്ങൾക്ക് ശരിയായ അവബോധം വേണമോ? ശാന്തി വേണമോ? അന്നഫ്സുൽ മുത്മഇന്ന എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ
ശാന്തി അടങ്ങിയ മനസ്സ് ആവണമെങ്കിൽ അത് പരിശുദ്ധ ഖുർആനുമായി നിരന്തര ബന്ധമുള്ളവർക്കേ ലഭിക്കുകയുള്ളൂ എന്നും ഖുർആൻ പരാമർശിക്കുന്നത് കാണാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ തന്നെ യഹ്ദി ലില്ലത്തി എന്ന് പറഞ്ഞുകൊണ്ട് ശരിയായ മാർഗം കാണിക്കുന്ന, അക്കുവമായ ഏറ്റവും ചൊവ്വായ മാർഗം കാണിക്കുന്ന ആ ആശയത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനുകൾക്ക് അജ്റൻ കബീർ, മഹത്തായ പ്രതിഫലം ഉണ്ട് എന്ന് മുബശ്ശിറായ യുബശ്ശിറു, സന്തോഷ വർത്തമാനം അറിയിക്കുന്ന വേദഗ്രന്ഥമാണ് ഇത് എന്ന് പരിശുദ്ധ ഖുർആൻ സ്വയം അവകാശപ്പെടാനുള്ള കാര്യം ഇതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് ഹൃദയശാന്തി വേണമോ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് സമാധാനം വേണമോ, വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾക്ക്, ഏകാന്തതയ്ക്ക്, പ്രശ്നങ്ങൾക്ക്, ആവലാതികൾക്ക്, പരിഭവങ്ങൾക്ക് എല്ലാത്തിനും മറുപടി എന്ന നിലയിൽ പരിശുദ്ധ ഖുർആൻ തന്നെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ആത്മീയമായ വളർച്ചയ്ക്കും കൂടിയിട്ടാണ് പരിശുദ്ധ ഖുർആൻ എന്നത്. അത് ലഭിക്കുമ്പോഴാണ്, ശരിയായ മാർഗം ഇതാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ളവരിലേക്കും എത്തിക്കാനുള്ള ബോധമുണ്ടാവുകയുള്ളൂ. ഇത് അള്ളാഹുവിൻ്റേതാണ്, ഇത് അള്ളാഹു ശരിയാണ്, അള്ളാഹു തന്നത് അള്ളാഹുവിൽ നിന്ന് തന്നെയുള്ളതാണ്, അള്ളാഹു അയച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അള്ളാഹുവിൻ്റെ തന്നെ റസൂലാണ് എന്നുള്ള ബോധവും തൃപ്തിയും വിശ്വാസവും നമുക്കില്ല എങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രബോധനമോ പ്രചരണമോ നമ്മളിൽ നിന്നൊരിക്കലും ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ദാഖ തഅമൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചവൻ ആരാണ്? നബി 3 കാര്യങ്ങൾ എണ്ണി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ദാഖ തഅമൽ ഈമാൻ മൻ റളിയ ബില്ലാഹി റബ്ബ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ്. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനാണ്. റബ്ബി മുഹമ്മദിൻ റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി തൃപ്തിപ്പെട്ടവനാണ്. ഈ തൃപ്തിപ്പെട്ടവനാണ് അന്നഫ്സുൽ മുത്മഇന്ന എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. ആ തൃപ്തിപ്പെടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ദിക്ർ നിങ്ങൾക്കുണ്ടാവണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്. ഈ തൃപ്തിയിലൂടെയാണ് ശരിയായ വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസത്തിലൂടെയാണ് എനിക്ക് ഇത് ദീൻ എന്നതും ഇസ്ലാം എന്നതും ഖുർആൻ എന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാസനകളും കൽപ്പനകളും ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്ക് മാത്രമല്ല എന്നതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നത് ലോക ജനതയ്ക്ക് മുഴുവനുള്ള റഹ്മത്താണെന്നുള്ള ബോധം എനിക്ക് മാത്രമല്ല ഉണ്ടാവേണ്ടതെന്നും എൻ്റെ കൂടെയുള്ളവർക്കും കൂടി ഉണ്ടാവേണ്ടതാണെന്നുള്ള ബോധം ഉണ്ടാവുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്ന ആയത്തിൻ്റെ ശരിയായ ആശയവും അർത്ഥവും മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ്. അത് എപ്പോഴാണ് നമുക്ക് ലഭിക്കുക? വേണ്ട രീതിയിൽ ഖുർആൻ പഠനം നമ്മൾ നടത്തുമ്പോൾ മാത്രമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, എന്തിനാണ് പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്നത് ജീവിതത്തിന് വിവേകവും വകതിരിവും ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹിക്മ എന്ന് പരിശുദ്ധ ഖുർആൻ പല ഭാഗങ്ങളിലും പരാമർശിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയക്കുമ്പോൾ ഖുർആനും ഹിക്മയും കൂടെ നൽകി അയച്ചു എന്ന് പരാമർശിക്കുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥന നമുക്ക് സൂറ ബഖറയിൽ തന്നെ വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, പടച്ചവനെ എൻ്റെ ഇനിയുള്ള സമൂഹത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറയുന്നത്, പടച്ചവനെ വബ്അസ് ഫീഹിം റസൂല, പടച്ചവനെ നീ അവർക്കിടയിൽ ഒരു റസൂലിനെ അയച്ചു കൊടുക്കുക. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് കിതാബും ഹിക്മയും പഠിപ്പിച്ചു കൊടുക്കുന്ന, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്ന ഒരു റസൂലിനെ നീ അയച്ചു കൊടുക്കുക എന്നുള്ള പ്രാർത്ഥനയുടെ ഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആ ഫലത്തെ നമ്മൾ ഉപയോഗിക്കുന്നവരാണ് ഇപ്പോൾ നമ്മൾ. ആലോചിച്ച് നോക്കുക, നമ്മളുടെ ഈ ശരിയായ മാർഗത്തിലുള്ള പിന്തുടർച്ചയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു പ്രാർത്ഥനയും കൂടിയിട്ടുണ്ട്. ആ ചരിത്രബോധം ലഭിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ പഠനവും കൂടി അനിവാര്യമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഹിക്മ, യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. എന്താണ് ഹിക്മ? ഹിക്മത്തിന് വിവേകമൊന്നും തത്വജ്ഞാനമൊന്നും പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഹിക്മയെ പണ്ഡിതന്മാർ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയാണ് ഹിക്മ എന്ന് വിശദീകരിക്കുന്നത്. ഇദഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന.
അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് കൽപ്പിക്കുന്നത് സമൂഹവുമായി ഇടപെടുമ്പോൾ മറ്റുള്ളവരുമായി നമ്മളെ അത് ഇൻ്റർ കമ്മ്യൂണിറ്റിയുടെ എൻഗേജ്മെൻ്റ് ആവട്ടെ, സമൂഹത്തിലുള്ള ഇടപെടലാവട്ടെ, പുറത്തുള്ള ഇടപെടലുകളുമാവട്ടെ, അവിടെയൊക്കെയും ഇടപെടുമ്പോൾ മൗഇദത്തുൽ ഹസന, നല്ല സതുപദേശങ്ങളും അതുപോലെ തന്നെ ഹിക്മത്തും ഉപയോഗിച്ച് കൊണ്ടാവണം. വിവേകവും വകതിരിവും ഇല്ലാതെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരാൾ സമൂഹമായൊരു ഇടപെടലുകൾ നടത്താൻ പാടില്ല. കമ്മ്യൂണിറ്റിക്ക് വിരുദ്ധമായ ഒരു ആശയം, ഒരു 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 ഔട്ട്കം ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. ഒരു വിശ്വാസി പ്രവർത്തിക്കുമ്പോൾ അത് കമ്മ്യൂണിറ്റിക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതാണ് ഹിക്മ എന്ന് പറയുന്നത്. വകതിരിവും വിവേകവും ഇല്ലാത്ത ഒരു പ്രവർത്തനം വിശ്വാസിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അത് ഖുർആനിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് തിരുസുന്നത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ആ വകതിരിവും ബോധവും ഉണ്ടാവണമെങ്കിൽ ഖുർആനെയും സുന്നത്തിനെയും കുറിച്ചുള്ള പാഠവും പഠനവും നമ്മളിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് പഠിപ്പിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആശയം, എന്താണ് ജീവിതം? ആരാണ് ഞാൻ? എന്തിനാണ് ജീവിക്കുന്നത്? എൻ്റെ നിയോഗവും വിയോഗവും എന്താണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കെന്ത് ഉത്തരമാണുള്ളത്? എൻ്റെ പേരിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു പേരുണ്ട് എന്നല്ലാതെ ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയപ്പെടുന്നത്? എൻ്റെ ശരീരവും ചില ഹാവഭാവങ്ങളും വേഷവിധാനങ്ങളും എന്ന് മാത്രമല്ലാതെ പിന്നെ ഞാൻ ആരാണ് എന്നൊരു ചോദ്യമുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഓരോ മനുഷ്യനെ കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അള്ളാഹുവിൻ്റെ ഖലീഫ ആയിട്ടാണ്, അള്ളാഹുവിൻ്റെ ഉത്തരാധികാരിയായ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് അള്ളാഹു മനുഷ്യനെ, ആദം അലൈഹി സ്വലാമിനെ തന്നെ ആദ്യം ഭൂമിയിലേക്ക് അയക്കുന്നത്. നാം ഓരോരുത്തരും അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് എന്ന് പറയുന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഉത്തരം വരുന്നു, എനിക്ക് ചില കമ്മിറ്റ്മെൻറ്റുകളുണ്ട്, എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് എന്ന് പറയുന്ന ബോധം തന്നെ ഉണ്ടാവും. കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയത്തിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ ഓരോരുത്തരും ഓരോ ആട്ടിടയന്മാരാണ്. നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതായത് എനിക്ക് ഉത്തരവാദിത്ത ബോധമുണ്ട് എന്ന്. എനിക്ക് ആരുടെയും അഭയം വേണ്ട, ഞാൻ ആരുടെയും ഒരു അവലംബത്തിൽ ജീവിക്കുന്നവനല്ല, ഞാൻ ഒറ്റത്തടിയാണ്, അങ്ങനെ ജീവിക്കുന്ന ഒരു കൺസെപ്റ്റ്, അങ്ങനെ മുന്നിൽ വെക്കുന്ന കൺസെപ്റ്റ് ഇസ്ലാമിലില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഓരോ മനുഷ്യനും, പ്രത്യേകിച്ച് ഒരു വിശ്വാസി, പരസ്പരം ഡിപ്പെൻഡബിൾ ആവണം. തൻ്റെ കൂടെയുള്ളവരെ കുറിച്ച് ചിന്തിക്കാത്തവൻ വിശ്വാസിയല്ല. കൂടെയുള്ളവൻ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുമ്പോൾ സുഖിച്ച് ജീവിക്കുന്നവൻ വിശ്വാസിയല്ല. ഒരുപാട് ഹദീസുകളിലൂടെ നമുക്ക് കാണാം. കാരണം എന്താണ്? ഇസ്ലാമിൻ്റെ കൺസെപ്റ്റിൽ, ഖുർആൻ്റെ കൺസെപ്റ്റിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, അവൻ തനിക്കും തൻ്റെ കൂടെയുള്ളവർക്കും ഉപകാരം ചെയ്യുന്നവനാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരവധി ഹദീസുകളിലൂടെ വിശ്വാസി ആര് എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കിടയിൽ പൊതുജനങ്ങളുമായി ഇടപെടാത്ത എന്നാൽ വളരെ സ്വാത്വികനായി ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവാം. അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. രണ്ട് തരം മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു മുഅ്മിൻ ജനങ്ങളോട് ഇടപഴകുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ക്ഷമിക്കുകയും ചെയ്യുന്ന മുഅ്മിൻ. രണ്ടാമത്തെ തരം മുഅ്മിൻ ജനങ്ങളോട് ഇടപഴകുകയുമില്ല, ഇനി വല്ലപ്പോഴും എന്തെങ്കിലും ഇടപഴകുകയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ ഒട്ടും ക്ഷമയില്ലാത്ത മുഅ്മിൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഏറ്റവും ഖൈർ, അഫ്ളൽ എന്ന് പറയുന്നത് ആദ്യത്തെ മുഅ്മിനാണ്. കാരണം ജനങ്ങളോട് ഇടപഴകി വേണം ഒരു വിശ്വാസി ജീവിക്കാൻ എന്ന് പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ജീവിതം എന്തിനാണ്? ഞാൻ എനിക്ക് വേണ്ടി, മൈ ബോഡി മൈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ആശയം, ഇന്ന് എൻ്റെ ശരീരം എൻ്റെ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൺസെപ്റ്റൊക്കെ ഇന്ന് നമുക്ക് കാണാം. പക്ഷേ ഇസ്ലാം അത് അംഗീകരിക്കുന്നുള്ളതല്ല. നീ അല്ലെങ്കിൽ നാം ഓരോരുത്തരും കൂടെയുള്ളവർക്കും കൂടിയുള്ളതാണ്. എനിക്കുള്ളതും എൻ്റെ കൂടെയുള്ളവർക്കും കൂടിയുള്ളതാണെന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കൺസെപ്റ്റ്. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം മറ്റൊരു കാര്യം പഠിപ്പിക്കുന്ന ജീവിതത്തെക്കുറിച്ച്. ജീവിതം എന്ന് പറയുന്നത് ഐശ്വര്യങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റ. ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രയാസങ്ങളുണ്ടാവാം, സന്തോഷങ്ങളും ഉണ്ടാവാം, സന്താപവും വിഷമങ്ങളും ഉണ്ടാവാം. ഇതെല്ലാം അള്ളാഹുവിൽ നിന്നാണ് വരുന്നതെന്നാണ് നമ്മൾ ഈമാൻ കാര്യങ്ങൾ അവസാനമായി പഠിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് ബലാ, പരീക്ഷണം എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. അൽ ബഖറ സൂറ ബഖറയിലെ 155-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു പറയുന്നു, നാം നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങൾക്ക് ഭയം കൊണ്ട് പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, അതുപോലെ തന്നെ സമ്പത്തിലും നിങ്ങളുടെ കൂടെയുള്ള ആൾജീവത്തിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളിലും അതിൽ കുറവ് തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കും. അപ്പോൾ വബശ്ശിരിസ് സാബിരീൻ, അതിലെല്ലാം സഹനവും ക്ഷമയും സ്ഥൈര്യവും കൈകാര്യം ഡീല് ചെയ്യുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വർത്തമാനം അറിയിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ജീവിതം എന്ന് പറയുന്ന പരീക്ഷണമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്ന സമ്പത്തും നമ്മുടെ മക്കളും അത് ബലാ ആണ്. നമുക്ക് ലഭിക്കുന്ന ഐശ്വര്യവും പരീക്ഷണമാണ്, നമുക്ക് ഇല്ലാതാവുന്നതും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണം അതുമാത്രമല്ല, ലിയബ്ലുവക്കും മയ്യക്കും അഹ്സനു അമല, എന്തിനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? സൃഷ്ടി തന്നെ എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ ആര് ഏറ്റവും നല്ല വർക്ക് ചെയ്യുന്നവരാണ് എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. ജീവിതം തന്നെ പരീക്ഷണമായും തന്ന ജീവിതം അമാനത്തായും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്, സ്വന്തത്തെയും എൻ്റെ ജീവിതത്തെയും കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ശരിയായ രീതിയിലുള്ള ഖുർആൻ പഠനം വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതിൻ്റെ കൂടെ തന്നെ വിജയവും അതും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറ സൊഫിൽ അത് വിശദീകരിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. അല്ലയോ വിശ്വാസികളെ, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല താഴെ പറയുന്നുണ്ടോ, അത് എന്താണ്? അത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ റസൂലിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ്, ജീവിത ധർമ്മസമരത്തിൽ നിങ്ങൾ ഏർപ്പെടുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ യഗ്ഫിർ ദുനൂബക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരും, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ വിജയമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഖുർആൻ പല ഭാഗത്തും ഉപയോഗിക്കുന്ന പദമാണ് മുഫ്ലിഹൂൻ, വിജയികൾ എന്നുള്ള അർത്ഥം. ഖദ് അഫ്ലഹ മുഅ്മിനൂൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് തന്നെ മുഫ്ലിഹൂൻ എന്ന് പറയുന്ന വിശദീകരണം പറയുന്നത് കാണാൻ കഴിയും സൂറ മുഅ്മിനൂനിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഫ്ലിഹ, ഫലാഹ് എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ലോകത്തും വിജയിക്കുന്നവർ എന്നാണ്. ഭൗതിക ലോകത്തെ വിജയികളെ മാത്രമെന്നല്ല, വിശ്വാസികളെ അള്ളാഹു ഉപയോഗിക്കുന്ന പദപ്രയോഗം മുഫ്ലിഹ് എന്നാണ്. മുഅ്മിൻ, അവൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് അവൻ മുഫ്ലിഹാണ്, ഈ രണ്ട് ലോകത്തും വിജയിക്കുന്നവരാണ്. കാരണം എന്താ? വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. രണ്ട് ലോകത്തും വിജയിക്കേണ്ടവരാണ് വിശ്വാസികളെങ്കിൽ ആ വിശ്വാസികൾ പ്രാർത്ഥിക്കേണ്ടത് ഈ രണ്ട് ലോകത്തും നന്മ തരണമേ, നല്ലത് തരണമേ എന്നുള്ളതാണ്. ഏത് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ പരലോക ജീവികളല്ല, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല, ഈ ലോകത്തിനും വേണ്ടി ജീവിക്കുന്നവരാണ് വിശ്വാസികൾ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചാൽ മാത്രമേ പരലോകം നിങ്ങൾക്ക് ലഭിക്കൂ. എങ്ങനെ ജീവിക്കണം അത് ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹ് പറഞ്ഞ മാർഗത്തിൽ ജീവിക്കണം. ഖുർആൻ പലപ്പോഴും വിശദീകരിക്കുന്നതാണ് അമലു സ്വാലിഹ്, സൽക്കർമ്മം എന്നത്. എന്താണ്? ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സൽക്കർമ്മമാണ്. ആ സൽക്കർമ്മം പ്രവർത്തിക്കാത്തവർക്ക് നഷ്ടവും പരാജയമാണെന്ന് സൂറത്തുൽ അസ്റിൽ പഠിപ്പിക്കുന്നത് കാണാം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലം കൊണ്ട്, അന്ന് മുതൽ, ആദം നബി മുതൽ ഇന്ന് വരെയും ഇനിയുള്ള കാലം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നു, മനുഷ്യൻ നഷ്ടത്തിൽ തന്നെയാണ്, പരാജയത്തിലാണ്. ആരൊഴികെ? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ആദ്യം ഈമാൻ വേണം, രണ്ടാമത് അമല് സ്വാലിഹ് വേണം, മൂന്നാമത് ഹഖ് കൊണ്ട് പരസ്പരം വസിയത്ത്, സതുപദേശം നൽകുവാൻ നിങ്ങൾക്ക് കഴിയണം, നാലാമത് സബർ കൊണ്ടും അങ്ങനെ ചെയ്യാൻ കഴിയണം. അതായത് ഹഖ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ആദ്യം അള്ളാഹു എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ട്രൂത്ത്, അള്ളാഹു എന്ന് പറയുന്ന സത്യം. ഹക്കിൻ്റെ മറ്റൊരർത്ഥം അവകാശത്തെ കൊണ്ട് പരസ്പരം പറയാൻ കഴിയണം. ഹക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥം ഉത്തരവാദിത്വം. ഉത്തരവാദിത്വവും അവകാശവും, എൻ്റെ അവകാശത്തെ മാത്രമല്ല എൻ്റെയും നിൻ്റെയും ഉത്തരവാദിത്വത്തെക്കുറിച്ച് പരസ്പരം ഉപദേശിക്കാൻ കഴിയണം. ഹക്കിൻ്റെ മറ്റൊരർത്ഥം ന്യായം, സത്യം എന്നൊക്കെയും നമുക്ക് കാണാം. ന്യായം കൊണ്ട് പരസ്പരം ഉപദേശിക്കാൻ കഴിയണം.
അതിൻ്റെ കൂടെ വതവാസോബി സബർ, ക്ഷമയും സ്ഥൈര്യവും സഹനവും കൊണ്ടും പരസ്പരം ഉപദേശിക്കാത്ത ഈ 4 ഗുണങ്ങളില്ലാത്ത മനുഷ്യൻ നഷ്ടത്തിലാണെന്ന് ചരിത്രത്തെയും കാലത്തെയും പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത് കാണാം. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതിൻ്റെ തുടക്കം അമലു സാലിഹിലൂടെയാണ്. എന്താണ് അമലു സാലിഹ്? പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും. അള്ളാഹ് പറഞ്ഞത് ചെയ്യുന്നതിനാണ് അമലു സാലിഹ് എന്ന് പറയാം. ഒരു പ്രവർത്തനം എപ്പോഴാണ് സ്വാലിഹാവുന്നത്, നല്ലതായി മാറുന്നത്? അത് അള്ളാഹ് പറഞ്ഞത് ചെയ്യുമ്പോഴാണ്. 2, അള്ളാഹ് പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴാണ്. 3, അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ്. ഈ ബോധം നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെയാണ്. നമുക്കറിയാം, നമ്മുടെ തന്നെ ഒരു വിശ്വാസിയുടെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ആക്ഷനാണ് വിശ്വാസിയാവണമെങ്കിൽ നമ്മൾ നമസ്കരിക്കണമെന്നാണ്. പക്ഷെ എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഊൻ എന്താണ് പറഞ്ഞത്? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. കാരണം എന്താ? ആ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധ മാത്രമല്ല, അവൻ നാട്ടുകാരെ കാണിക്കുന്നവനും എന്നു മാത്രമല്ല, വയംനഊനൽ മഊൻ, ചെറിയ ചെറിയ സഹായങ്ങളും കൂടി തടയുകയും ചെയ്യുന്നവനാണ്, കൊടുക്കാത്തവനെന്നല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിശദീകരിക്കുന്നത്. ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ ആരാവണം? പരോപകാരിയാവണം. ഒരു മനുഷ്യൻ ആരാവണം? അള്ളാഹുവിൻ്റെ റിള മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നവനാവണം. അങ്ങനെയുള്ള മുസല്ലി നമസ്കരിക്കുന്നവനായി മാറണം. അല്ലാത്തവർക്ക് നരകവും നാശവുമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ ബോധം നമുക്ക് എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? പരിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ ശരിയായ പഠനങ്ങളിലൂടെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു ചുരുക്കുന്നത്. ഈ രീതിയിലൂടെയാണ് പരിശുദ്ധ ഖുർആൻ വിജയം എന്ത് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉണ്ടാവേണ്ട മറ്റൊരു കാര്യമാണ് നമ്മളുടെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഒരു വിശ്വാസി എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ഫുസ്സിലത്തിൽ സുന്ദരമായി വിശദീകരിക്കുന്നുണ്ട്. ഒരു വിശ്വാസി ചെയ്യേണ്ടത് ആദ്യം സൽക്കർമ്മം പ്രവർത്തിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ദഅവത്ത് നടത്താൻ കഴിയണം. ഇത് മാത്രമല്ല, വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ഇങ്ങനെ ഈ പറഞ്ഞവനേക്കാളും ചെയ്തവനേക്കാളും ഏറ്റവും സുന്ദരമായ വാക്ക് പറഞ്ഞവൻ ആര്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. ഒരു വിശ്വാസി ആരാവണം? ദാഇയാവണം, പ്രബോധകനാവണം. ഒരു വിശ്വാസി സൽക്കർമ്മം പ്രവർത്തിക്കുന്നവനാവണം. അതിൻ്റെ കൂടെ സൽക്കർമ്മം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്ന പരോപകാരിയാവണം. അതേപോലെ തന്നെ ദഅവത്താർക്ക, മറ്റുള്ളവരെ വിളിക്കുന്നവനാവണം. അവസാനം കൂടെ പറഞ്ഞത് അത് ചെയ്യുന്ന ഞാൻ ഒരു വിശ്വാസിയാണ്, മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. ആരാണ് മുസ്ലിം? അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന അടുത്ത ചോദ്യമാണ് മുസ്ലിം ആരാണ്? ഖുർആൻ 2 രീതിയിൽ പരിശുദ്ധ ഖുർആനിൽ മുസ്ലിമിനെ പരിചയപ്പെടുത്തുന്നത് കാണാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ വിളിച്ചുകൊണ്ട് അസ്ലിം, സറണ്ടർ ചെയ്യാൻ പറയുന്നു. അസ്ലം റബ്ബിൽ ആലമീൻ എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം മറുപടി പറഞ്ഞു, ഞാനിതാ സറണ്ടർ ചെയ്തിരിക്കുന്നു. മുസ്ലിം എന്നതിൻ്റെ അർത്ഥം മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർ എന്നല്ല ഭാഷാർത്ഥം. മുസ്ലിം എന്നതിൻ്റെ അർത്ഥം കീഴ്വണങ്ങിയവൻ എന്നാണ് അർത്ഥം. അതാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് മുസ്ലിം? ഇബ്രാഹിം അലൈഹി ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആശയം പേറുന്നവനാണ് മുസ്ലിം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നത്, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുന്നത്, മില്ലത്ത് ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മില്ലത്ത് പിൻപറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ് ഇബ്രാഹിമിൻ്റെ മില്ലത്ത്? അള്ളാഹ് പറഞ്ഞപ്പോൾ അപ്പടി സറണ്ടർ ചെയ്ത വിശ്വാസിയുടെ മില്ലത്ത്. അതേസമയം മറ്റൊരു മുസ്ലിമിനെ സൂറ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. കാലത്തിൽ ആറാബു ആമന്ന എന്ന് പറഞ്ഞുകൊണ്ട് സൂറ ഹുജറാത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. കുറച്ച് അറാബികൾ എന്ന് പറഞ്ഞാൽ ദൂരഭാഗത്തുള്ള ഈ ഗ്രാമീണരായ അറബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുവാൻ വരുന്നു. ഇസ്ലാം കൂട്ടമായി ആൾക്കാർ ഇസ്ലാമിലേക്ക് വരികയും വലുതാവുകയും ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്തോട് അടുക്കുന്ന ഒരു പശ്ചാത്തലം. അപ്പോൾ കുറേ അറാബികൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, കാലത്തിൽ അറാബ് ആമന്ന, ഞങ്ങൾ മുഅ്മിനുകളായിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമന്ന എന്ന പദത്തിൻ്റെ അർത്ഥം അതാണല്ലോ, ഞങ്ങൾ മുഅ്മിനുകളായി എന്നിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ മുഅ്മിനുകളായി എന്ന് പറയണ്ട, വലാ തഖൂലു ആമന്ന, അസ്ലംന എന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താ? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ ഇതുവരെയും കടന്നിട്ടില്ല. അപ്പോൾ ഖുർആൻ പഠിപ്പിക്കുന്ന 2ാമത്തെ തരത്തിലൊരു മുസ്ലിമാണ്
ഒരു കമ്മ്യൂണിറ്റി മെമ്പർ എന്ന് പറയുന്ന ഒരു മുസ്ലിം. പക്ഷേ ഖുർആൻ നമ്മളെ ബോധിപ്പിക്കുന്ന മുസ്ലിം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പിച്ച മുസ്ലിമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുസ്ലിം ഇന്നതാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവരാരെയും ഉപദ്രവിക്കാത്ത, ആരെയും ഉപദ്രവിക്കാത്ത, ഒന്നും ചെയ്യാത്ത, പഴി പറയാത്തവനാണ് മുസ്ലിം എന്ന് മുസ്ലിമിനെ വിശദീകരിക്കാൻ കാരണം എന്താ? ഒരു കമ്മ്യൂണിറ്റിയെ നന്നാക്കുക എന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദ്ദേശമായിരുന്നു എന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കുന്ന മുസ്ലിം എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മുസ്ലിമാണ്. ആ മുസ്ലിമിൻ്റെ ഉപമയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുഫ്ലിഹ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള വകതിരിവുകൾ, വേർതിരിവുകളും ആശയങ്ങളും നമുക്ക് വ്യക്തമായി പഠിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പഠനം അനിവാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതിൻ്റെ കൂടെ തന്നെ ജീവിതവും ലോകത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് ഈ ലോകം. ഈ ലോകം എന്ന് പറയുന്നത് മുസ്ലിങ്ങളായ കുറച്ച് ആൾക്കാർ മാത്രമല്ല. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ആയത്തായി അള്ളാഹ് പറഞ്ഞത് ഇഖ്തിലാഫു അൽസിനത്തിക്കും അൽവാനിക്കും എന്നതാണ്. ഇവിടെ വിവിധ ഭാഷകളുണ്ട്, വിവിധ നിറങ്ങളുണ്ട്, വിവിധ സമൂഹങ്ങളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, എന്ത് ഇന്നാ ജഅൽനാകും മിൻ ദക്രിൻ വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സമൂഹങ്ങളെയും ഒരുപാട് കബീലകളെയും ഗോത്രങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, പരസ്പരം തിരിച്ചറിയാനും അടുത്തറിയുവാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മാത്രമല്ല, ഒരൊറ്റ രാഷ്ട്രീയം, ഒരൊറ്റ ലോകം എന്നത് ഇസ്ലാമിൻ്റെ ആശയമല്ല. അതായത് എല്ലാവരെയും കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ ഒരു പ്ലൂറലിസ്റ്റിക്, ഒരു ബഹുമുഖമായ ഒരു ആശയം കൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. താവനു അലൽ ബിർരി വത്തഖ്വ വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു ആശയമാണ്, നിങ്ങൾ ജനങ്ങളോട് ഇടപഴകുമ്പോൾ സൂക്ഷ്മതയുടെയും ഭക്തിയുടെയും പുണ്യത്തിൻ്റെയും കാര്യത്തിൽ പരസ്പരം സഹകരിക്കുക. വലാ താവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയുടെയും കുറ്റത്തിൻ്റെയും പേരിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കാൻ പാടില്ല. കാരണം എന്താ? നിങ്ങൾ സഹവർത്തിത്തോടെ ജീവിക്കേണ്ടവരാണ് ഭൂമിയിൽ. എല്ലാം ആദമിൻ്റെ മക്കളാണ്. വലഖദ് കറംനാ ബനി ആദം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു. അവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടവനല്ല എന്നതുകൊണ്ട് അവനോട് അതിക്രമമോ അവജ്ഞയോ അതുപോലെ തന്നെ ഡിസ്റെസ്പെക്റ്റോ ചെയ്യാൻ ഒരു അർഹതയും അവകാശവും മുസ്ലിമിന് അള്ളാഹു കൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു, ബാക്കിയുള്ള ദൈവങ്ങളെ വിളിച്ച് ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല. ലാ തസുബ്ബു, നിങ്ങൾ അധിക്ഷേപിക്കരുത്. അവരുമായി സംവാദങ്ങളിൽ ഏർപ്പെടാം. വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും വ്യക്തമാവും സുന്ദരവുമായ സമ്പൂർണമായ സംവാദങ്ങൾ നിങ്ങൾക്ക് അവരുമായി ചെയ്യാം. പക്ഷേ ബാക്കിയുള്ളവരുടെ ആരാധനാ രീതികളെയും നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആലോചിച്ച് നോക്കുക. ഈ ഒരു ബോധം ഒരു മുസ്ലിം എന്ന് പറയുന്നത് നമ്മൾ മാത്രം ഒതുങ്ങുന്നതല്ല, വിവിധ മനുഷ്യന്മാരും ഈ ലോകത്തുള്ളതാണ്. അതെങ്ങനെയാണ് അള്ളാഹു ലോകം പടച്ചിരിക്കുന്നത്, ആ ഒരു ലോകത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണമെങ്കിൽ വ്യക്തമായ തരത്തിലുള്ള ഖുർആൻ പഠനം നമുക്ക് അനിവാര്യമാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ ഈ പറയുന്ന ഒരു ഐഡിയോളജിക്കൽ ഫ്രെയിംവർക്കിൻ്റെ കൂടെ തന്നെ ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു ആശയം, അവൻ്റെ അടിത്തറ, വിശ്വാസി ആരാവണം, അവൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ്, ധാരണകൾ എന്താണ്, ബാക്കിയുള്ളവരോട് അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്, അവൻ്റെ നിയോഗം, ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ പരിശുദ്ധ ഖുർആൻ പ്രധാനമായും പഠിപ്പിക്കുന്ന മറ്റൊരാശയം നമ്മുടെ സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവരോട് നീ എങ്ങനെയാണ് ഇടപെടേണ്ടത്. വിശ്വാസി എന്ന നിലയിൽ കുറേ കിതാബുണ്ട്, അതിൽ കുറേ ആയത്തുകളും ദർശനങ്ങളുമുണ്ട് എന്ന് മാത്രമല്ല, ജനങ്ങളോട് എങ്ങനെയാണ് ഇടപെടേണ്ടത്. സൂറ ഹുജറാത്ത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അത് എല്ലാ സൂറത്തിലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കാണാം. പക്ഷേ സൂറ ഹുജറാത്ത് പ്രത്യേകം നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ട സൂറത്താണ്. അതിൽ മനുഷ്യൻ പരസ്പരം ഇടപെടേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കീഴിലുള്ള ലീഡർഷിപ്പിനോട് എങ്ങനെ നമ്മൾ ഇടപഴകണം, പരസ്പരം നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഒരു കൗമിൽ, ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ എന്ത് തരം ബന്ധങ്ങളാണ് നമുക്കുണ്ട്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനുകൾ പരസ്പരം സഹോദരന്മാർ മാത്രമാണ്. ഫസ്ലിഹു ബൈന അഖവൈക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മൂന്നാം ടീം അവിടെ വേണം. ഈ പ്രശ്നമുണ്ടാക്കുന്നവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുവാൻ, രഞ്ജിപ്പുണ്ടാക്കുവാൻ ഒരു മൂന്നാം വിഭാഗമെങ്കിലും വേണം. കമ്മ്യൂണിറ്റി എല്ലാം രണ്ട് വിഭാഗം മാത്രമായി മാറും. മൂന്നാം വിഭാഗം, ശരിയായ മാർഗത്തിൽ നിൽക്കുന്ന മറ്റൊരു വിഭാഗം വേണം. എന്തിന്? ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുവാൻ. അപ്പോൾ അസ്ലിഹു ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ നിങ്ങൾ സുൽഹുണ്ടാവണം.
എന്ന് മാത്രമല്ല നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മൾ സൂക്ഷ്മമായി വലിയ കുഴപ്പമല്ല എന്ന് പോലും നമ്മൾ കരുതുന്ന മോശമായ സ്വഭാവത്തെ ഗീബത്ത്, നമീമത്ത് പോലുള്ള കാര്യങ്ങൾ അള്ളാഹു ഹറാമാക്കുന്ന സൂറത്തും കൂടിയിട്ടാണ് സൂറ ഹുജറാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ജിതനിബു മിനൽ കസീറൻ മിനൽ ഈ മോശമായ ചിന്തയിൽ നിങ്ങൾ മാറി നിൽക്കുക. കാരണം എന്താ? നമ്മൾ ഒരാളെക്കുറിച്ചുള്ള മോശമായ ചിന്ത നമ്മളെ കൂടുതൽ ആവേശമുണ്ടാകും. അതിൽ നിന്ന് നമ്മൾ വലാ തജസ്സസു, നിങ്ങൾ ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ആ ചിന്ത നമ്മളെ ആൾക്കാരുടെ DP-കളിലേക്കും അവരുടെ പ്രൈവറ്റ് സ്ഫിയറിലേക്കും കയറി ചെന്നുകൊണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും നമ്മൾ. അള്ളാഹു അതുകൊണ്ടാണ് വലാ തജസ്സസു, ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, പരസ്പരം മറ്റുള്ളവരെ കുറിച്ച് ഗീബത്ത് പറയാൻ പാടില്ല. കാരണം ഇങ്ങനെ ലഭിക്കുന്ന വിവരം നല്ല മധുരമുള്ളതാവും. അത് നിങ്ങൾ പരസ്പരം ഗീബത്ത് പറയാൻ പാടില്ല. അതുകൊണ്ട് ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റായ ചിന്തയിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? സ്വന്തം മരിച്ചു കിടക്കുന്ന സഹോദരൻ്റെ മയ്യത്ത് തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരിഹ്തുമു, നിങ്ങൾ വെറുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ പറഞ്ഞ ഗീബത്തിനെയും നമീമത്തിനെയും സ്വന്തം സഹോദരൻ്റെ മയ്യത്തിനെ തിന്നുന്നതിനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അങ്ങനെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ, സോഷ്യൽ ബിഹേവിയർ എങ്ങനെ ആവണം, ബാക്കിയുള്ള എന്തെങ്കിലും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് തന്നെ വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം? സുൽഹ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. അപ്പം ഇങ്ങനെ സമൂഹത്തിലുണ്ടാകുന്ന വ്യക്തി, സമൂഹം, ദേശം എന്ന തരത്തിലുള്ള ചിന്തകൾക്ക് ഏറ്റവും നന്നായി സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഹുജറാത്ത്. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആനെക്കുറിച്ച് നല്ല വിചാരത്തോടു കൂടിയിട്ടുള്ള പഠനം ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊന്നാണ് അള്ളാഹുമായിട്ടുള്ള കരാറുകൾ എന്താണ് എന്ന്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, അള്ളാഹുമായിട്ടുള്ള കരാറുകൾ പൂർത്തീകരിക്കുക. സൂറത്തുൽ മാഇദയിൽ ആദ്യത്തെ ആയത്തിന് ഔഫു ബിൽ ഉഖൂദ് എന്നാണ്. നിങ്ങൾ കരാറുകൾ പൂർത്തീകരിക്കുക. എന്തൊക്കെയാണ് കരാറുകൾ? പടച്ചവനോടുള്ള കരാർ, സ്വന്തത്തോടുള്ള കരാർ. നന്നാവുക എന്ന് പറയുന്ന എൻ്റെ തന്നെ ലക്ഷ്യമാണ്, അത് പൂർത്തീകരിക്കുക. ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, കുടുംബത്തെയും രക്ഷിക്കാനുള്ള ആ ബോധം. അതിൻ്റെ കൂടെ തന്നെ സമൂഹത്തോടുള്ള നമ്മളുടെ കമ്മിറ്റ്മെൻറ്റ്. അങ്ങനെ ഒരുപാട് കരാറുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പരിചയപ്പെടുന്നത് കാണാൻ കഴിയും. ഈ കരാറുകൾ എന്താണ്, മനുഷ്യൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ബോധം ഉണ്ടാവണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുക തന്നെ വേണം. അതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് എന്തിന് ഖുർആൻ പഠനം എന്നതിൻ്റെ ചുരുക്കം. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഭാഗം ഞാൻ പറഞ്ഞു തീർക്കാം. അതായത് എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്. പരിശുദ്ധ ഖുർആനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽ ഇന്ന് വരെയും പലതരത്തിലുള്ള പഠന രീതികളുണ്ട്. ആ തഫ്സീറുകൾ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് കണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് മുമ്പിൽ ആയത്തുകൾ ഓതിക്കൊടുക്കും, സൂറത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അവസാനം ഇന്ന ഭാഗത്ത് വെക്കാൻ പറയുകയും സൂറത്തുകളെ ഇന്നത്തെ കാണുന്ന സ്ട്രക്ചറിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹദീസിൽ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ സഹാബികൾ ചോദ്യങ്ങളുമായി വരികയും അതിൻ്റെ മറുപടികൾ കൊടുക്കുകയും ചെയ്യുന്നത് കാണാം. അതിനുശേഷം സഹാബികൾ ഖുർആൻ പഠനത്തിൻ്റെ രീതി സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഖുർആനെ കൊണ്ട് വിശദീകരിക്കുക. നമ്മൾ ഖുർആൻ പഠിക്കുമ്പോൾ ഖുർആൻ്റെ ഒരായത്തെടുത്തിട്ട് ഇതാണ് അവസാനത്തെ ഉത്തരം എന്ന് കരുതരുത്. ഖുർആൻ പരസ്പരം ബന്ധിതമാണ്, കണക്റ്റഡാണ്. അതുകൊണ്ട് ഖുർആൻ ഒരായത്തിനെ വിശദീകരിക്കാൻ മറ്റു പല ആയത്തുകളും കൂടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനുശേഷം സഹാബികൾ ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും ചേർത്തുകൊണ്ട്, എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്തുകൊണ്ട് വിശദീകരിക്കുക എന്നുള്ളതായിരുന്നു. അതിലുത്തരം കണ്ടില്ലെങ്കിൽ അവർ ആയത്തിൻ്റെ പശ്ചാത്തലവും ആയത്തിൻ്റെ ഭാഷാപരമായ പ്രത്യേകതകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായ ലോജിക്കിലൂടെ വിശദീകരിക്കാൻ അവസാനം ശ്രമിക്കുമായിരുന്നു എന്നാണ് സ്വഹാബികളെക്കുറിച്ച് പറയുന്നത്. അതാണ് പഠനത്തിൻ്റെ മറ്റു രീതി. താബികളും ചെയ്തത് പ്രധാനപ്പെട്ട രീതി, സ്വഹാബികൾ ചെയ്തതിൻ്റെ കൂടെ സ്വഹാബികളുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് അവർ വിശദീകരിക്കാൻ പഠിക്കാൻ ശ്രമിച്ചത്. സ്വഹാബികളും കൂടി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊപ്പം ജീവിച്ചതായതുകൊണ്ട്, സലഫുസ് സാലിഹീങ്ങളുടെ ആദ്യത്തെ വിഭാഗം അവരായതുകൊണ്ടും സ്വഹാബികളുടെ ജീവിതം നമ്മളുടെ പ്രധാന റെഫറൻസാണ് എന്ന് താബികളും മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇതൊരു പ്രധാനമായ വളരെ ആധികാരികമായ ഖുർആൻ പഠനത്തിൻ്റെ രീതിയാണ്. അതിനുശേഷം നിരവധി പഠനങ്ങൾ, തഫ്സീർ രീതികൾ ഇസ്ലാമിക ലോകത്ത് രൂപപ്പെട്ടു. അതിലൊന്നാണ് തഫ്സീറുൽ മഅ്സൂർ.
ആധാരങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ടുള്ള ഈ പറയുന്ന അടിയാധാരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള തഫ്സീർ രീതികൾ, നിങ്ങൾ ആദ്യത്തെ തഫ്സീറുകളായ പ്രധാന തഫ്സീറുകളായ തഫ്സീർ തൊബരി പോലെ അല്ലെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ പോലുള്ള കിതാബുകളിൽ ആ രീതിയാണ് ഉപയോഗിക്കുന്നത്. അതായത് അള്ളാഹു ഖുർആനെ കൊണ്ട് വിശദീകരിക്കുക, ഹദീസുകളെ കൊണ്ട് വിശദീകരിക്കുക, സ്വഹാബികളുടെ കൗലുകൾ ഉപയോഗിച്ചുകൊണ്ട് വിശദീകരിക്കുക, അതിനുശേഷം സ്വലഫ് സാലിഹ്യങ്ങളുടെ ജീവിതാനുഭവങ്ങളുണ്ടെങ്കിൽ അതിനെയും ചേർത്തുകൊണ്ട് വിശദീകരിക്കുക. അതിനുശേഷം മാത്രം അവരവരുടെ അക്കല് ബുദ്ധി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് തഫ്സീറുകൾ കൈകാര്യം ചെയ്തിരുന്നു. അതിനുശേഷം വേറെ തഫ്സീറു ദിറായ അല്ലെങ്കിൽ തഫ്സീറു റഈ, തഫ്സീറുൽ ഇജ്തിഹാദ് എന്നൊക്കെ രീതിയിൽ വ്യത്യസ്ത പേരുകൾ പിന്നീട് രൂപപ്പെട്ടു. അതായത് ആയത്തുകളുടെ കണ്ടന്റിൻ്റെ കാമ്പിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പഠനം, അതിന് ആവശ്യമാണെങ്കിൽ ബുദ്ധി അക്കല് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പഠനം. പിന്നീട് വേറെ ചില പഠനങ്ങൾ വന്നു. അതിൽ തഫ്സീറുൽ ഇൽമ്, ശാസ്ത്രീയ തരത്തിലുള്ള തഫ്സീറുകളും രൂപപ്പെട്ടിട്ടുണ്ട്. ഏത് ഖുർആൻ പറയുന്ന ശാസ്ത്രീയ നിഗമനങ്ങൾ, ശാസ്ത്രീയ ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നുള്ള ശാസ്ത്രം ഉപയോഗിച്ചുള്ള നിരവധി തഫ്സീറുകൾ നമുക്ക് കാണാം. അങ്ങനെയും ആയത്തുകൾ ഒരുപാട് തഫ്സീറുകളുണ്ട്. ഖുർആന്റെ ഭാഷാപരമായ പ്രത്യേകത ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യ രീതിയിലുള്ള തഫ്സീറുകളും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇന്ന് സമകാലിക ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമായി രൂപപ്പെട്ടതാണ് തഫ്സീറുൽ ഇജ്തിമായി എന്ന് പറയും. സാമൂഹ്യപരമായ ആശയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഖുർആനെ വിശദീകരിക്കുക. മൗലാന മൗദൂദിയുടെ തഫ്സീർ, സയ്യിദ് ഖുത്ബിൻ്റെ തഫ്സീർ, ഇമാം റഷീദ് റിളയുടെ തഫ്സീർ, തഫ്സീറുൽ മനാർ അടക്കമുള്ള ആധുനിക തഫ്സീറുകൾ പലതും ഈ പറയുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ ബോധങ്ങളെ മെയിൻ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതിയ തഫ്സീറാണ്. കാരണം നമ്മുടെ ആധുനിക കാലത്തേക്ക് എത്തുമ്പോൾ ഇസ്ലാമിൻ്റെ വിജ്ഞാനം എന്ന് പറയുന്നത് ഈ ട്രഡീഷനായി മാറി. അതിങ്ങനെ കോപ്പി ഹാഷിയ എന്ന് പറയും, സൈഡ് നോട്ട്സുകളായി മാത്രം മാറി. മുമ്പ് പറഞ്ഞ പണ്ഡിതൻ്റെ റിപ്പോർട്ടുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന രീതികളായി. സമകാലിക ലോകത്തേക്ക് എത്തുമ്പോൾ, ഈ 20-ാം നൂറ്റാണ്ട് 19-ാം നൂറ്റാണ്ട് അവസാനത്തിലേക്ക് എത്തുമ്പോൾ അന്നന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഈ തഫ്സീറുകൾക്ക് ഒരു സാധ്യത ഇല്ലാതായി മാറി, പഴയകാല തഫ്സീറുകൾ. അപ്പോൾ എന്ത്, പണ്ഡിതന്മാർ അവരുടെ ലോകത്ത് നിന്നുകൊണ്ട് ആയത്തുകളെയും ഖുർആനിനെയും കാണുവാൻ തുടങ്ങി. അതുകൊണ്ടാണ് തഫ്സീറുൽ ഇജ്തിമായി എന്ന് പറയുന്ന ഇന്നത്തെ മൗദൂദ് സാഹിബിനെ പോലെ അല്ലെങ്കിൽ സയ്യിദ് ഖുത്ബിനെ പോലെ റഷീദിനെ പോലെ ഉള്ള വിവിധ തഫ്സീറുകൾ ഉണ്ടായത്. ഞാൻ പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഖുർആൻ പഠനത്തിന് നിരവധി മാർഗങ്ങളുണ്ട്. അത് ഓരോരുത്തരും അവരുടെ വൈജ്ഞാനിക നിലവാരം അനുസരിച്ച് കൊണ്ടാവാം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷെ എന്താണെങ്കിൽ പോലും, എങ്ങനെയാണെങ്കിൽ പോലും ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൗലികതയ്ക്ക് വിരുദ്ധമായ തരത്തിൽ ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഖുർആൻ പഠിക്കാൻ പാടുള്ളതല്ല, ഖുർആൻ പഠിപ്പിക്കാനും പാടുള്ളതല്ല. ഖുർആൻ എന്തിനാണ്? ഹിദായത്തിനുള്ളതാണ്. ഖുർആൻ എന്തിനാണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ശരിയായ മാർഗം കാണിച്ചു തരാനുള്ളതാണ്. ഖുർആൻ എന്തിനാണ്? ഖുർആൻ ദിക്റിനുള്ളതാണ്. ഖുർആൻ എന്തിനാണ്? നമുക്ക് എന്താണ് നമ്മളുടെ നിയോഗവും ലക്ഷ്യമെന്നും ബോധിപ്പിച്ച് തരാനുള്ളതാണ്. ഖുർആൻ എന്ന് പറയുന്ന ഒരു സയൻസ് ബുക്കല്ല. ഖുർആനിൽ അതുണ്ട്, എന്നാൽ ഖുർആൻ ഒരു സയൻസ് ബുക്കല്ല. ഖുർആൻ ഭൗതികം കുറേ ഫിലോസഫിക്കൽ വർത്തമാനം മാത്രം പറയുന്ന ഒരു കിതാബല്ല, അതും ഉൾക്കൊള്ളുന്നതാണ് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം എന്തിനാണ് പഠിക്കുന്നത് എന്ന് പറയുന്ന ബോധം ഉണ്ടാവണം. ആ ബോധമുള്ളപ്പോഴാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്ന ബോധത്തിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയുന്നത്. നമ്മളുടെ വൈജ്ഞാനിക നിലവാരം അനുസരിച്ചുകൊണ്ട്, നമുക്ക് ഉൾക്കൊള്ളാൻ തരുന്ന ഭൗതിക നിലവാരം അനുസരിച്ച് കൊണ്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ പഠിക്കുകയും പങ്കെടുക്കുകയും ചെയ്യുക. ആ ഒരു തരത്തിൽ ഖുർആനോട് ഏറ്റവും നല്ല തരത്തിലുള്ള ബന്ധം സൂക്ഷിക്കുക. ഖുർആനുമായി നിരന്തര ബന്ധമുണ്ടാവുന്ന വിശ്വാസിയെക്കുറിച്ചുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു തരത്തിലേക്ക് നമ്മൾ ബന്ധമുണ്ടാവുക, നമ്മളുടെ ജീവിതം മെച്ചപ്പെടാൻ, ജീവിതത്തിൽ ശാന്തി ലഭിക്കുവാൻ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം അതാണ്. പ്രയാസങ്ങളുള്ളപ്പോൾ ഖുർആൻ തുറന്നുകൊണ്ട് അത് ആ കിട്ടുന്ന ആയത്തിൽ തന്നെ ശാന്തി അടയാൻ നമുക്ക് കഴിയണം. മുഹമ്മദ് അസദ് എന്ന് പറയുന്ന ആധുനികനായ പ്രസിദ്ധനായ ഒരു പണ്ഡിതൻ്റെ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അദ്ദേഹത്തിൻ്റെ ദ മെസ്സേജ് ഓഫ് ഖുർആൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് കമൻ്ററി ഉണ്ട്, തഫ്സീർ നമുക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്ലാം സ്വീകരണ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ റോഡ് ടു മക്ക എന്ന് പറയുന്ന കിതാബിൽ വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നത്, ഞാൻ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നു, ഒരു ട്രെയിൻ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വളരെ പ്രൗഡായ ഒരു വലിയൊരു അഭിജാത്യ ഫാമിലി, ഭയങ്കര ധനികരായ ഒരു ഫാമിലി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. സ്ത്രീയും ഒരു കുടുംബം, അതിസുന്ദരരായ ഭയങ്കര
വേഷവിധാനത്തിലൂടെയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് അവരുടെ മുഖത്ത് ശരീരത്തിലുള്ള ഐശ്വര്യം ഞാൻ കണ്ടില്ല. അദ്ദേഹം പറയുന്നത് അവരുടെ മുഖത്ത് ഈ ശരീരത്തിൽ കണ്ട ഐശ്വര്യം മുഖത്ത് ഞാൻ കണ്ടില്ല. അതായത് മുഖം കൂടി ടെൻഷൻ അടിച്ച് വളരെ മാനമായിരിക്കുന്ന മുഖം. ഇത് ആലോചിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വീട്ടിലേക്ക് പോവുകയും ഖുർആൻ തുറന്നു നോക്കുമ്പോൾ ആദ്യം കാണുന്ന സൂറത്ത് അൽഹാഖുമുത് തകാസുർ ഹത്താ സൂർത്തുമുൽ മഖാബിർ എന്ന് പറയുന്ന സൂറത്ത് തകാസുർ സൂറത്താണ്. ലോകത്തുള്ള ഈ പരസ്പരമുള്ള ബഹളങ്ങൾ, അടികൾ, ഈ പ്രകടനാത്മകത, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബഹളങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ജീവിതത്തെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ ഖബറിടം എത്തുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന ആയത്താണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായ മാർഗം മനസ്സിലാക്കുവാൻ, നമ്മളുടെ ജീവിത നിയോഗം എന്താണെന്ന് ബോധ്യപ്പെടുവാൻ പരിശുദ്ധ ഖുർആനെ കുറിച്ചിട്ടുള്ള ശരിയായ കാഴ്ചപ്പാടും പഠനവും നമുക്ക് വേണം. ആ തരത്തിൽ പരിശുദ്ധ ഖുർആനെ പഠിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പഠിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ആ തരത്തിൽ പഠിച്ചുകൊണ്ട് ശരിയായ ജീവിത രീതി ഉൾക്കൊണ്ടുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുന്ന സ്വാലിഹീങ്ങളായ അള്ളാഹുവിൻ്റെ അടിമകളാക്കി അള്ളാഹു നമ്മെ മാറ്റി തരുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.